നിനക്ക് ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, അതങ്ങ് അടിച്ചാ പോരാ. അപ്പയുടെ എടുത്തിട്ട് അടിക്കണോ? അപ്പ അറിയണ്ട കേട്ടോ. എടി ആ മുത്തിന്റെ കളർ പോയോ? റോസ് കളർ മതി. ഇതെന്ത് പോയി? ഓവറായിട്ട് അടിക്കാതെ, ഓവർ സ്മെല്ല അത്. ഓ, ഒരു അത്യാവശ്യത്തിനൊക്കെ അടിക്ക്. മുടി കെട്ടി വെക്കാനുള്ള സാധനം എടുത്തില്ലേ? ചെരുപ്പ് ഇതെന്റെ അല്ലേ? ഐ ഡി കാർഡ് എന്തേ? എടുത്തോ, അത് വലുതായിരിക്കും. വലുതാ. ഐ ഡി കാർഡ് എന്തേ? ഐ ഡി കാർഡ് എന്തേ? ക്ലിപ്പ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. കൊടയില്ല? കൊട ഇല്ലല്ലേ? നനഞ്ഞിങ്ങ് പോന്നേക്ക് കേട്ടല്ലോ. ആ, എനിക്ക് വയ്യ. വൈകിട്ട് മഴയായിരിക്കുവേ. സാരമില്ലെന്നോ? ഞാനാ നോക്കിക്കോ. ഫോൺ എടുത്തോ. മുടി എന്നാ ചെയ്യാത്തെ? ഇനിയിപ്പോൾ തിരിച്ചു കയറണ്ട. അതങ്ങനെ അയ്യോ, അവളിപ്പോ ചാടി ഓടി പോത്തൊന്നുമില്ല. അവളിപ്പോ ഓടി പോത്തൊന്നുമില്ലെന്ന്. ഉറപ്പാണോ? എന്നാ തുറന്നിട്ടേ. ശാമ്പവിയെ പിടിച്ചു വെച്ച സാധനം അതാ, ചാടിപ്പോയിരിക്കാം. ഇന്ന് പണി കൂട്ടിക്കാനത്താ. കേക്ക് അടിക്കാൻ കേക്കാണോ? കേക്ക് വരുത്താൻ കൊടുക്കാൻ പോകും. ആണോ? ഒരു കേക്കുന്നു. കേക്ക് ചൂടല്ലേ? അല്ല, അത് കുഴപ്പമുണ്ട്. അത് ആ, കൊള്ളത്തുള്ളല്ലേ? ഞാൻ പോവാ, പോയിട്ട് വരാവേ. ഏറി വിടുന്ന നട്ട് വെച്ചേക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോ ചെടി?
ഇനിയിപ്പോൾ കടിയില്ലെന്ന് തോന്നുന്നു. അവിടെ കടി വേണ്ട. അതിന് വേണ്ടില്ല. വേണ്ടില്ല. വന്ന് കണ്ടു, എല്ലാം എഴുതി എടുത്തു, എല്ലാം കഴിഞ്ഞ് പോയിട്ട് ഉള്ള കാണണം. എനിക്കൊന്ന് കാണണം. ബാക്കിയെല്ലാം 3 വേണ്ടി വരും. എന്നതാണേലും 7 മുറിയുടെ ഒരു സൈഡിലേ ഉള്ളൂ, ഫ്രണ്ടിലില്ലല്ലോ. ഫ്രണ്ടിലത്തെ അവിടെ പോയിന്റ് ഉണ്ടോ? സാധാരണ മതി കിടന്ന് കളിക്കുന്ന കളിയാണ്. വണ്ടി റൂസ് പിടിച്ച് വെച്ചിട്ട് അത് വലിഞ്ഞോളും. വൈകിട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയോ? സൈറ്റോട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് സൈറ്റോട്ട് വന്നു. ആളറിയില്ല. ചെയ്യുന്ന സെറ്റില്ലേ ഷോറൂം. പൈപ്പ് കട്ട് ചെയ്ത് വെള്ളം വന്നിട്ടുണ്ട്. മോട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ നേരിട്ടിങ്ങനെ
അവിടുന്ന് സൊസൈറ്റിയിലെ വെള്ളം ഇടാടാ. എന്താ എന്നാ ചോറ് വന്നില്ല എനക്ക്? സൊസൈറ്റിയിലെ വെള്ളം ഇപ്പം നേരെ അങ്ങോട്ട് കയറി വരുന്നേ. പറഞ്ഞോ കോഴിയെല്ലാം പിടിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ ഭയങ്കര അലമ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. എല്ലാം കൂടെ അങ്ങോട്ട് വന്ന് അടുക്കളയ്ക്കകത്തോട്ട്. ഇതിപ്പോൾ അങ്ങോട്ട് പൂട്ടി അല്ലെങ്കിൽ കൂടെ മാറ്റിയിട്ടാലും ഉണ്ടല്ലോ, ഇതിലേ വഴി എങ്ങാണ്ടൊക്കെയോ കയറുന്നുണ്ട്. ഈ വഴി കയറുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കഞ്ഞിക്കാലത്തെ വരെ ചാടി കയറാൻ നോക്കുന്നു. എല്ലാം ഈ പ്രാവശ്യം തന്നെ പറ്റും, എല്ലാം കയറി. പാട്ടും പാടി അവിടെ ഇരുന്നോ കേട്ടോ. ഇനി വൈകുന്നേരം തുറന്നങ്ങോട്ട് വിടുന്നുള്ളൂ. പാട്ടൊക്കെ സൂപ്പറാ, ഇഷ്ടപ്പെട്ടു. ആ ഒരു മര്യാദ കൊടുക്കുമ്പോൾ തിരിച്ചും വേണ്ടേ അത്? എനിക്കിനകെ കൂടെ കയറുന്നു. ഇവിടുത്തെ രാജകുമാരി എന്ത് ചെയ്യണോ ആവോ? ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ, പിന്നെ വേറെ പറയാൻ പറ്റത്തില്ല. ചിലപ്പം ആ പുറയിലോട്ട് പോയി നാരായണയുടെ ഓരോരോ സംഭവങ്ങളൊക്കെ എടുക്കും. നോക്കട്ടെ പതിയാകാനും പോയി. രാവിലെ മഴ ഇല്ലായിരുന്നു. ഓ, നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുവാണോ? ഭയങ്കര അതിശയം. ഇന്നലത്തെയാണല്ലോ കുഞ്ഞാ. ജയചാച്ചി ഇപ്പൊ ജോലിയിലാ. എന്തിനാ വിളിച്ച? ശ്യാമളമ്മ ഇപ്പൊ എന്തേലും ചോറോ കറിയോ. അങ്കിള് വീട്ടിൽ കാണും. എന്നെ പേരോ? ആ, ഞാൻ കൃഷ്ണന്ന് വിളിക്കും. മാമൻ വീട്ടിലുണ്ട്. ആ, പോയിട്ടുണ്ട്. നീ പോകാത്ത സ്ഥലം ഏതാന്ന് പറഞ്ഞേ? നീ ഇന്നലെ പറഞ്ഞ സൗദിക്ക് പോയെന്ന്. ഇന്ന് സൗദി എന്നാണോ പറഞ്ഞേ? സൗദിയിലോ? മതിയോ? ഓ, മതി മതി. ശാംഭവി സൗദി പോകുമ്പോ പൊറോട്ടയും കടലക്കറിയാണോ കഴിക്കുന്നത്? ഓ, ഇതൊന്നും ഇവിടെ ഇല്ല. ആ, ഇവിടെ ബെഡ്റൂമായിട്ടില്ലെങ്കിലും ബെഡ് ഉണ്ടല്ലോ, ബാത്റൂം ഉണ്ടല്ലോ, ടി വി ഉണ്ടല്ലോ. പിന്നെ സൗദിക്ക് പോകണോ ഇതിനൊക്കെ? ഇവിടെയും ചൂലും അടുക്കളയൊക്കെ ഉണ്ടോ. പിന്നെന്നാ ആയിരുന്നു? കട്ടിലടിയോട് കയറരുത്, ചുമ്മാ ഇരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കേണ്ടി വരും. കടല എട്ടുകാലി കാണും, എട്ടുകാലി കുഞ്ഞുങ്ങളുണ്ട്. സ്കെച്ച് ഉണ്ട്. മീനാക്ഷിയുടെ സ്കെച്ച് എടുക്കാൻ പോണോ? നിനക്ക് സ്കെച്ചില്ലേ? എല്ലാം ഉണ്ട്. ഇതെല്ലാം ശാംഭവിക്കുണ്ടല്ലോ. എണ്ണു വേണോ? എത്ര എണ്ണി ഇപ്പം? രാവിലെ കുഴിമന്തിയോ? മതിയോടോ. മയോണോസ് ചൊറിയാൻ തുടങ്ങിയല്ലേ? എന്താ അവിടെ? അതിന്റെ അടിയിൽ കയറി കാണും. ഞാൻ കൊണ്ട് വരും. നീ ആ കട്ടിലിരുന്നാച്ചാ മതി കേട്ടോ. ഇറച്ചിയുടെ ചാറ്. കടലല്ല, പൊറോട്ടയും ഇറച്ചിച്ചാറ്. ഓഹോ, ഓഹോ, കുബൂസോ? മതിയോ? ആ, സൗദി ചെല്ലുമ്പോഴായിരിക്കും കുബൂസൊക്കെ കഴിക്കുന്നേ. ആ, വെക്കോ, വിട്ടു. നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എന്തൊക്കെ ആഹാര സാധനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പേര് കേൾക്കാം. പോയോ? ആളില്ലാത്തോണ്ട് നിൽക്കുന്ന നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച വിസ്മീന്നോ? ഞാനോ? അല്ല, ഞാൻ പപ്പായ്ക്ക് ഞങ്ങള് തടിക്കച്ചവടം ഉണ്ടായിരുന്നു. അപ്പത്തേനും അവിടെ വരുന്ന പിക്കപ്പേ പഠിച്ചത്. വീട് എവിടെയാ? ലൈസൻസ്
എന്താണ് MMDC കൊടുത്തു. വീട് എവിടെയാ? ഇവിടെ കുട്ടിക്ക് എവിടെ? വല്ലിയിട്ട ആ പറഞ്ഞൊക്കെ പിന്നെ നേരെ ആകാശം. ആ അതെ, എനിക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. ആ നമ്മൾ ഓൾറെഡി വേറിട്ടിരിക്കുന്നല്ലേ. എന്നാന്നാ പറഞ്ഞേ? ജയമ പളനി പോയി മുട്ട അടിച്ചില്ലേ? നീ കണ്ടില്ലേ ജയമ മുട്ട അടിച്ചത്? ഫോട്ടോ കാണിച്ചു തരട്ടെ? ആ, ഒരു തവണ മുട്ട അടിച്ചു. ഇനി പഠിക്കണോ? ആ ഉണ്ടല്ലേ. പിന്നെ ഓ പിന്നെ മുടി നമ്മള് ചെയ്യില്ലല്ലോ. എവിടെയാട്ടാ തോന്നുന്നേ? ഓ ഈടെ ആട്ടൊരു നിക്കറി എല്ലാം ഉണ്ടല്ലോ. നിക്കറി എല്ലാം വീട് ലുലുമോള് പോലത്തെ വീടെന്ന്. അതെവിടാ? ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ എവിടെ അടി ലുലുമോള് പോലത്തെ വീട്? നീ ഇവിടാണോ ഉദ്ദേശിച്ചത്? ട്രോളിതാണോ? അതെ, ഇവിടെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. വേലി ഒന്നും പോകാൻ പറ്റുന്നില്ല ഇവിടെ. മനസ്സിലായോ? എടി അത് അവിടെ അങ്ങ് അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലം ഉണ്ടോ ആ ഭാഗത്ത്. ഇപ്പൊ കാണത്തില്ല കേട്ടോ. നേരത്തെ ആകുമ്പോ അതിന്റെ കാണാമായിരുന്നു. ഇപ്പൊ കാണത്തില്ല. കൊടിമരം കാണായിരുന്നു നേരത്തെ. പാർത്ഥസാരഥി ആണല്ലേ? ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. ശ്യാമളമ്മ ചേച്ചിയെ നോക്കാൻ വരലും വേണ്ടേ? ശ്യാമളമ്മ അവിടെ നിന്നോട്ടോ കേട്ടോ. എപ്പോഴും നിന്നെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? ശ്യാമളമ്മയാണോ നിന്നെ പാർത്ഥസാരഥി കൊണ്ടുപോയിട്ടുള്ളേ? എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ. ആണോ? ആണോ? എന്തോ പ്രാർത്ഥിച്ചോണ്ടിരുന്നേ? കൊട്ടയോ? മതിയോ? ആരെ ഇറങ്ങും മാമലേ? മതിയോ? മതിയോ? മതി. പൊക്കോട്ടെന്നാ. ആരാരും കാണാൻ പിന്നെ കുഞ്ഞു പമ്പയ പ്രണയ രൂപനായി. പിന്നെന്നാ? ആ പമ്പ ഗണഗണ ഗണപതിക്ക് എന്തിനീശ ഗണഗണ ഗണപതിയെ മിടുക്കി. മതിയോ? ആ ഗുരുവായൂരപ്പന്റെ പാട്ടോ? പിന്നെ അമ്മേനാ ഗുരുവായൂരപ്പനാ. കുളിച്ചു കഴിഞ്ഞിട്ട് മൊത്തം ചൊറിയുന്നുണ്ടല്ലോ. എന്നാ സംഭവം? അതിന്റെ ഇടയിൽ കയറിയ നീയാ? എട്ടുകാലി. ആ എട്ടുകാലി. അപ്പയുടെ എട്ടുകാലി. മതിയോ? മതി മതി. ചെമ്പേരത്തെ പൂവി ചെല്ല ദേവനെ കണ്ട് അമ്പലത്തിൽ നല്ലയോ ചെമ്പേരത്തെ പൂവി ചെല്ല ദേവനെ കണ്ടു അമ്പലത്തിൽ നല്ലയോ ദേവദേവദൂഷം. മതിയോ? ആ മതി. മതിയോ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ. പിന്നെ ഞാൻ പാടണോ? ആ പാടണം. എന്നാ? ആ ഉള്ളൊരുത്തി ശ്യാമളമ്മ വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ ഫേ. ഇവിടെ ഇപ്പൊ കയറിയതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വിമോദിയുടെ വൈക്കാട് പണിക്ക് വന്നതാണ്. ഞാൻ ഇതിന് മുന്നേ വെള്ളിക്ക് പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ 2 ദിവസത്തെ പണിയുണ്ടെന്ന് ഇന്നലെ പുള്ളിയുടെ കൂടെ അവിടെ കോൺക്രീറ്റ് ആയിരുന്നു. ഓരോ ദിവസം ഓരോ പണിയാ.
ഇത് അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഉള്ളു. കണ്ടോട്ട് എന്നാലും ഒറ്റടുത്ത് വന്ന് എത്രയോ കണ്ണും 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 ചെമ്പഴ എന്തുവരും അമ്മുള്ളക്കല് വാക്കണ്ണല്ല ഒന്നാമത്തം കണ്ടപ്പോ സിംഗിരിച്ചിണ്ടായ രണ്ടാമത്തം കണ്ടപ്പോ പുജിരിച്ചിണ്ടായ എടുക്കലാലോ ചുമ്മാ തന്നെ കണ്ണും 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 ഭാഷയാണ് വേറെ പത്തടിയാകുമ്പോൾ ഇനി അടുത്തത് കാട്ടിലാണ് കാട്ടത്തെ നമുക്ക് തൊട്ട് തൊട്ടെ പെണ്ണാണ് പള്ളി കടിക്കുന്നുണ്ട് പട്ടായി എടുക്കണ ഇല്ലാതെ കോയക്കത്തല്ലേ എന്റെ ചട്ടപോലെ വിളിച്ച് വേറെ പാട്ടറിയാലോ ഏതാ കണ്ണാ തുമ്പി പോലാ എന്റെ മനസ്സിലുണ്ടാവും ല്ലോ ഇന്നും ഇന്നും കളയും വേറെ പാട്ടറിയാവോ കണ്ടില്ലേ കണ്ടപ്പോറുണ്ട് मेरी फोटो दिया एक चोर वान ഒരു പാട്ടോ കേൾക്കണേ കേട്ടോ അമീനും വായുമ്പോ താരെ താരെ മുടി തരണോ? തരാം. ഇവിടുത്തെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാല് നമുക്ക് ലൈറ്റ് ഈ കെട്ടിടത്തിന് രണ്ട് സൈഡിലും ലൈറ്റ് വെക്കാനുണ്ടായിരുന്നു. അത് രണ്ടും വെച്ച് ഇനി വെൽഡ് ചെയ്യുന്ന പുള്ളിക്ക് അവിടെ സ്ഥലം പണിയുണ്ട്. ഇവിടെയാണ് നമ്മുടെ കൃഷ്ണൻ.
ഇല്ലല്ലേ ഒന്നുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ മൊയിലാളി ഫ്രണ്ടിൽ കൂടെ അല്ലേ ഫ്രണ്ടിൽ കൂടെ ആ അത് തന്നെ. ആ യൂട്യൂബ്. നീ ഇവിടെ ഇരിക്കാതെ ഇവിടെ കിടക്കുവാണെങ്കിൽ ടി വി അങ്ങ് ഓഫ് ചെയ്യത്തില്ലേ? ഞാൻ പറയുന്നത് പോലും കേട്ടില്ല. അവിടെ വെറുതെ ഒക്കെ ഇരിക്കണമെങ്കിലും ഇത് വേണം, ടി വി വെച്ചോണ്ടിരിക്കണം. എന്താടി ഷിമ്മിക്കൂടൊക്കെ പാലാണോ? പിന്നെ പാലൊക്കെ ഇപ്പൊ ടൗൺ ബസ്സിൽ കൊണ്ടായിരുന്നു. ആണോ? ആഹാ. ആ എൻ്റെ ഈ പ്രാവശ്യം നിനക്ക് ഞാൻ തരാൻ വേണ്ടി ഞാൻ പിന്നെ മിണ്ടായിരിക്കുന്ന ആ പാല് ആ ബാഗിനകത്ത് വീണിട്ട് ആ ബാഗ് കൊണ്ടുവന്ന് വീടിനകത്ത് വെച്ചിടുന്ന സ്മെല്ല് കാരണം വീടിനകത്തോണ്ട് കയറണ്ട. പിന്നെ പുറത്ത് കൊണ്ട് വെക്കണ്ട. എന്നാ മണമാന്നറിയാമോ? പാലിന് എന്നാ സ്മെല്ലാന്നറിയാമോ? നീ വാ, ഇത് വരുന്നു. ഒരു കപ്പ പുറത്തും ഇല്ല നിനക്ക്. ഇനി അങ്ങനത്തെ കാര്യങ്ങൾ തിന്നണ്ട എടി. എപ്പോഴും ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വറുത്തവും പൊരിച്ചും തിന്നാലോ? നിനക്ക് അങ്ങനെ ഒന്നും തിന്നാൻ പാടില്ല, നിനക്കറിയാവോ? കേറിപ്പോക്കോ, കേറി പോവാൻ പറയലോട്. എനിക്ക് നല്ല കുറച്ച് ദൂരം ഇത് സത്യം. അയ്യോ നീ ഇവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ ഒന്നും ചോദിക്കണ്ട, വീട്ടിൽ ഉണ്ടാക്കുന്ന കഴിച്ചാച്ചാ മതി. ഇല്ല അപ്പ ഫ്രൈ ചെയ്യുന്നല്ലേ പറ്റാൻ വെണ്ടക്ക. അപ്പനെ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതല്ല വെണ്ടക്ക അപ്പ അടിച്ച ഇത് ബാഗ്സിയാ. എങ്ങനെ പൊക്കും? എന്ത് കാണിച്ചേ? പിന്നെ കാണിച്ചേ പറ്റും.
എനിക്കറിയത്തത് ഉണ്ടായിടാ. ഒന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് തുണി പിന്നെ അന്നന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. അല്ലെ പിന്നെ 2-3 ദിവസമൊക്കെ ഇട്ട് കഴിയുമ്പോഴൊന്ന് ഉണങ്ങും. എന്തോന്നാ മുട്ട നോക്കിയാൽ രണ്ട് മുട്ട ഇവിടെ ഇടുന്നുണ്ട്. എന്നാ ഇതാന്ന് തോന്നുന്നു പറഞ്ഞു. നാളിൽ ഇടുന്നുണ്ട്, ഇവിടെ ഇടാറുണ്ട്. എന്ത് ഇവിടെ ഉണ്ട് രണ്ട് മുട്ട. ഇത് ഒരെണ്ണം വെച്ചേക്കും. അത് അഴുക്കായ മുട്ടയായിരുന്നു. ഒരെണ്ണം അത് വെച്ചേക്കും ഇവിടെ. ഇച്ചിരി രണ്ടെണ്ണം. വേറെ എവിടെയെങ്കിലും ഇടുന്നുണ്ടോ? നേരത്തെ ആ വലിയ കോഴി ഇടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഇടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ വെള്ളക്കോഴി, എൻ്റെ പേരെന്നാ, സുന്ദരിയോ ശങ്കരിയോ, മറന്നുപോയി പേരൊക്കെ. അതെവിടെ ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എവിടാണെന്നുള്ളത് ഞാനിവിടെ എല്ലാം നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്താണ്? യെസ്, ഇവിടെ ആരുമില്ലേ? പോകുമ്പോൾ ഷാമ്പൂ ഉണ്ടായിരുന്നു. എൻ്റെ മജ്ജോ, എൻ്റെ ഈശ്വര. മുട്ട വെക്കുന്ന സ്ഥലം. അത് നീ രാവിലെ എപ്പോഴാണ് അവരോടെ കയറുന്നത്? രാവിലെ എപ്പോഴാണ് കയറി? 6:15 കാഞ്ഞിരപ്പള്ളി. അല്ല, മുണ്ടക്കൻ വരുന്ന സമയത്ത് 6:30. അന്നേരം ഇവിടുന്ന് പോരുമല്ലോ. വേണ്ട, അല്ല ഞാൻ സാർ അത്രയും നേരത്തെ വരും. ഈ പുള്ളി അത്രയും നേരത്തെ പുള്ളി എന്നെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. സാറല്ലേ, പതിയൻ രാവിലെ 6:30 അവിടുന്ന് പോരുന്നു. മറ്റൊന്നാൾ കൊടുത്തിട്ട് അതെന്നു വെച്ചാൽ കുഴപ്പമില്ല. അല്ല, വേണ്ട, എന്നാ ഇട്ടേക്കാം. ഞാൻ 6:30 ആകുമ്പോ ഇട്ടേക്കാം. അതിലേ പോണോ? കുഴപ്പമില്ല, നടക്കിരിക്കാൻ നല്ലത്. പിന്നെ ഇറങ്ങോ കേട്ടോ. ഇതിലെ ചെരുപ്പൊക്കെ പോയില്ലേ? ക്ലച്ച് അവിടെ തന്നെയാണോ? അത് ഇവിടെ ലൈറ്റ് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ നീ വലിയ വെപ്പറൊന്നും നോക്കണ്ട, പയ്യെ മയത്തിനങ്ങ് പോയാൽ മതി. ഇപ്പം ന്യൂട്രൽ കിടക്കുന്നത്. അതാ ഏത് കയറാൻ കിടക്കുന്നത്? 2 കൈ കൊണ്ട് പിടിക്കും. ഇതുപോലെ 15 സെക്കൻഡ് വേണ്ടിക്കുകയും അങ്ങനെ അതായിരിക്കും. നമ്മളിപ്പോൾ ന്യൂട്രൽ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ വണ്ടി ഓടുന്നില്ല, ഉരുന്നോട്ടിരിക്കുകയാണെങ്കിൽ ഓഫ് ആക്കുക. വണ്ടി ന്യൂട്രലാക്കി നമ്മൾ എവിടെയെങ്കിലും ബ്ലോക്കിൻ്റെ അകത്തൊക്കെ കിടക്കുകയാണെങ്കിൽ ഓടും. ആ സെക്കൻഡ് ഗിയർ തന്നെ തിരിച്ചു വരും. ഏത് വണ്ടിയുടെ തിരിച്ചു വരും. ഞാൻ പറഞ്ഞതല്ല, മറ്റേതിനെക്കാട്ടിൽ കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. പക്ഷേ
പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടിക്കൊക്കെ നമുക്ക് സ്മൂത്താണ്. ചുമ്മാ ഒരു കാരണത്തേക്കും മുമ്പ് കേട്ടത്ത് നിന്നില്ലേ? അതേലെ റോഡ് വെച്ചാൽ പൊക്കാൻ വന്ന വണ്ടിയാണ് പൊങ്ങി വയ്ക്കുന്നത്. വന്ന വണ്ടിയാണ് പൊങ്ങി വയ്ക്കുന്നത്. അത് കൊള്ളാമല്ലോ. ആരും ഓടിക്കുന്നില്ല. ഇത് തമിഴ്ക്കാരുടെ വണ്ടിയാണോ? രണ്ടെണ്ണം പോയല്ലേ? രണ്ടെണ്ണം പോയത്.
ഓടിയാൽ മറ്റേത് കുഴിക്കാത്തായിരിക്കും എൻ്റെ വണ്ടിക്ക് ആണല്ലോ അത് സിയാസ് എടുത്ത് വരാം വേണം ഞാൻ കൊടുത്തു വിട്ടേക്കാം കുഴിക്കത്തിക്കാൻ നല്ല കിടാവുണ്ട്, നല്ല അടിപൊളി കിടാവ്. നമ്മൾ എപ്പോഴും ഇത് ക്ലച്ചാലാണ് ശരിക്കും വണ്ടി നിൽക്കേണ്ടത് ക്ലച്ചിലാണ്. വണ്ണേ അവിടെ നമ്മൾ വലത്തോട്ട് തിരിയാൻ ഡേഞ്ചറിൻ്റെ അവിടെ പച്ച ലൈറ്റ് എന്നും ഇപ്പോൾ രാത്രി കണ്ടു നോക്കാം. ലൈറ്റിനാ ഇടാത്ത? ലൈറ്റും പോയോ? അതിനിടാത്ത അത് പോയോ എങ്ങനെ? ഈ സോളാർ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതെ മീൻ ചാർജ് കയറുന്നില്ലായിരുന്നു. റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നു. കുഞ്ഞാ